നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. നീ എന്താ ഇവിടെ നോക്കി നിൽക്കുന്നേ? ഒന്നുമില്ല, ആ കേസിന്റെ കാര്യം. ഓ, ഞാൻ അതിന്റെ കാര്യം അങ്ങ് മറന്നുപോയി. നിന്റെ കൂട്ടുകാരെ വിളിക്കുന്ന ആള് ഭയങ്കര യാത്ര ചെയ്യുന്ന ആളാണെന്ന് തോന്നുന്നു. അവനിടയ്ക്ക് ചൈനയിൽ, പിന്നെ ജർമ്മനിയിൽ, അവിടെ നിന്ന് US-ലൊക്കെ ആയിരിക്കും. അതെന്താ ഇങ്ങനെയൊക്കെ സ്ഥലങ്ങൾ കാണിക്കുന്നത്? നിന്റെ കൂട്ടുകാരെ വിളിച്ച ആള് ഒരു ഇന്റർനെറ്റ് കോൾ ആയിരിക്കും ചെയ്തത്. അപ്പൊ അയാൾ സംസാരിക്കുന്ന സ്ഥലത്തിനെ പറ്റിയുള്ള വിവരങ്ങളെല്ലാം ഒരു സോഫ്റ്റ്വെയർ വഴി അയാൾക്ക് മാറ്റി കാണിക്കാൻ പറ്റും. വിളിക്കുന്ന ആളെ ഒരു തരത്തിലും കണ്ടുപിടിക്കാനും പറ്റില്ല. അപ്പോ ഇത്ര വലിയ തെറ്റ് ചെയ്ത അയാൾക്കെതിരെ നിങ്ങൾക്ക് ഒരു നടപടി എടുക്കാൻ പറ്റില്ലേ? പിന്നെ എന്തിനാ പോലീസും പട്ടാളവും ഒക്കെ? ഇപ്പൊ ഉള്ള വിവരം വെച്ചിട്ട് ഞങ്ങൾക്ക് ഇത്ര മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. വെറുതെ അല്ല നാട്ടുകാർക്ക് പോലീസിലുള്ള വിശ്വാസം ഇല്ലാതെ പോകുന്നത്. മഹിമേ, ആവശ്യമില്ലാത്തവരൊന്നും പറയല്ലേ. നീ ഒരു പോലീസുകാരന്റെ മകളല്ലേ? അതുകൊണ്ട് എന്താ? ഉള്ളതുപോലെ പറയണ്ടേ? ഇത്ര സമയം കടന്നു പോയിട്ടും ഇനിയും നിങ്ങൾക്ക് പ്രത്യേകിച്ചൊന്നും കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ലല്ലോ. ശരി, കണ്ടുപിടിക്കാം. നീ നിന്റെ കൂട്ടുകാരിയോട് ഒരു പരാതി എഴുതി തരാൻ പറ. ഞങ്ങൾ മര്യാദയ്ക്ക് അന്വേഷിക്കാം. എന്താ, പറ്റുമോ? അപ്പൊ പരാതി ഉണ്ടെന്ന് പോലും പറയാൻ പേടിയുള്ള നിന്റെ കൂട്ടുകാരിക്ക് വേണ്ടി രജിസ്റ്റർ ചെയ്യാത്തൊരു കേസ് അന്വേഷിക്കാൻ ഞങ്ങൾ ഇറങ്ങി പുറപ്പെടണം അല്ലേ? സൗകര്യമില്ല. നിന്റെ കൂട്ടുകാരിയുടെ പേരെന്താണെന്ന് പോലും ഞാൻ ചോദിച്ചില്ല. എന്നിട്ടും അവളൊരു ബുദ്ധിമുട്ടിലാണെന്ന് അറിഞ്ഞിട്ടാ പല പ്രോട്ടോക്കോളുകളും നോക്കാതെ ഈ വിവരം ഞാൻ നിനക്ക് കൊണ്ട് തന്നത്. അപ്പൊ നിനക്ക് പോലീസുകാരോട് പുച്ഛം. എനിക്ക് ആരോടും പുച്ഛമൊന്നുമില്ല. പക്ഷെ എന്റെ കൂട്ടുകാരിയുടെ കാര്യം കുറച്ച് കഷ്ടത്തിലാ. അവള് വല്ലാതെ ടെൻഷൻ അനുഭവിക്കുന്നുണ്ട്. ഡി, ആർക്കാ ടെൻഷൻ ഇല്ലാതെ? സ്റ്റേഷനിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ നേരിട്ടിട്ടാ ഞാൻ ഇങ്ങോട്ട് വരുന്നതെന്ന് നിനക്കറിയാമോ? എന്നിട്ടും പരമാവധി ശാന്തമായിട്ടാ ഞാൻ ഈ വീട്ടിലെ എല്ലാവരോടും പെരുമാറുന്നത്. ബാക്കിയുള്ളവരെ സഹായിക്കാൻ ശ്രമിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. പക്ഷേ സ്വന്തം കുടുംബക്കാരെ അപമാനിച്ചിട്ടായിരിക്കരുത് അത്. ഞാൻ ഇനി ചേച്ചിയോട് ഒരു സഹായം ചോദിക്കില്ല. എന്താ, പോരെ? നീ അങ്ങനെ തീരുമാനിച്ചാ പിന്നെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? നിന്റെ പുറകെ നടന്ന് ഈ കാര്യത്തിൽ സഹായം വേണോന്ന് ചോദിക്കേണ്ട കാര്യമൊന്നും എനിക്കില്ല. ഇരിക്കമ്മേ. കളിക്കല്ലോ. സ്വപ്ന ഉണ്ടാക്കിയത്. ആണോ? അത് ശരി. അപ്പൊ നീ മനസ്സ് വെച്ചാ എന്തോ ഉണ്ടാക്കല്ലേ? നന്നായിട്ടുണ്ടല്ലേ മേ? നിങ്ങളിരിക്കും. ഹലോ. ആ, കഴിക്കുന്നില്ലേ? ഞാൻ പിന്നെ കഴിച്ചോളാം. അതെന്ത് പരിപാടിയാ? ഒരു കുടുംബമാവുമ്പോ എല്ലാരും ഒരുമിച്ച് കഴിക്കണ്ടേ? ചെന്നിരിക്കെ. ഇതെന്താ ചേച്ചി അനിയത്തിയും കൂടെ വഴക്കൂടിയോ? ഒരക്ഷരം പോലും മിണ്ടുന്നില്ലല്ലോ. അങ്ങനെയൊന്നുമില്ല ഗിരിയേട്ടാ. നീ ഇന്ന് കോളേജിൽ പോയില്ലേ? ഇല്ല. അതുകൊണ്ട് ഇപ്പൊ എന്താ?
ഞാൻ പോയില്ലെങ്കിലും പഠിപ്പിച്ച കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് ഫോളോ ചെയ്യുന്നുണ്ട്. അത് പോരെ? ഞാൻ 2 ദിവസം കോളേജിലേക്ക് പോയില്ലെങ്കിൽ ഞാൻ ഉഴപ്പാണെന്ന് എല്ലാവരുടെയും വിചാരം. ഞാൻ കഷ്ടപ്പെട്ട് മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ എടുത്തത് ഡോക്ടർ ആവാൻ വേണ്ടി തന്നെയാ. എന്നെ ഉപദേശിക്കാനുള്ള എന്ത് യോഗ്യത നിങ്ങൾക്കുള്ളത്? മഹിമേ, നിർത്ത. ഗിരിയനോട് ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ നിനക്ക് എവിടെ നിന്ന് ധൈര്യം കിട്ടിയത്? പറയാനുള്ളത് ഞാൻ ആരുടെ മുഖത്ത് നോക്കിയാണെങ്കിലും പറയും. മഹിമേ, ഏയ് നിർത്ത്. എന്താ ഇത്? ഭക്ഷണം കഴിക്കുന്ന സ്ഥലത്ത് വെച്ച് വഴക്ക് വേണ്ട. ഇവള് പറഞ്ഞത് ഗിരിയേട്ടൻ കേട്ടില്ലേ? സാരമില്ല, അവൾ എന്തോ ടെൻഷനില്ല. അതവളെ കണ്ടാൽ അറിയാം. അത് മനസ്സിലാക്കാതെ നമ്മൾ ഓരോന്ന് അവളോട് സംസാരിക്കുമ്പോ അവളുടെ നിയന്ത്രണം വിട്ടുപോയി കാണും. അത്രേ ഉള്ളൂ. നീ സമാധാനമായിട്ട് കഴിക്ക്. ഇനി ആരും ഒന്നും ചോദിക്കില്ല. പിന്നെ നിനക്ക് ഞങ്ങളോട് എന്തെങ്കിലും പറയണമെന്ന് തോന്നുമ്പോ ഞങ്ങളടുത്ത് വന്നാൽ മതി. ഞങ്ങൾ കാത്തിരിക്കുന്നുണ്ടാവും. ഓക്കെ? ഓക്കെ. ഐ എം സോറി. സാരമില്ല. കഴിക്ക. നല്ല അടിപൊളി ചിക്കൻ കറിയാ. സ്വപ്നം ഉണ്ടാക്കിയതാ. എങ്ങനുണ്ട്? കൊള്ളാം. ആ ദേ, ഈ പറഞ്ഞതേ നിനക്കൊരു അവാർഡ് കിട്ടിയതുപോലെയാ. മോളെ, ഞാൻ നിന്നോട് ദേഷ്യപ്പെടാൻ പാടില്ലായിരുന്നു. ഇന്ന് രാവിലെ മുതൽ വൈകുന്നേരം വരെ ഞാൻ ആ ശാലിനിയുടെ കൂടെയായിരുന്നു. ആ, അവളുടെ ജീവന് ഭീഷണി ഉണ്ടെന്നും പറഞ്ഞ് അവളെ തെരഞ്ഞു പിടിച്ച് എന്നെ തന്നെ അവളുടെ സെക്യൂരിറ്റി ആയിട്ട് വെച്ചു. ഞാനിപ്പോൾ അവളുടെ നിഴലായിട്ട് നടക്കുക. അതാ ജോലി കഴിഞ്ഞ് വന്നപ്പോൾ ഞാൻ അറിയാതെ നിന്നോട് ദേഷ്യപ്പെട്ടു പോയത്. നിന്റെ മനസ്സിൽ എന്തൊക്കെയോ വിഷമങ്ങളുണ്ട്. അത് മനസ്സിലാക്കാൻ എനിക്ക് ഗിരിയേട്ടൻ പറഞ്ഞു തരേണ്ടി വന്നു. തെറ്റ് മുഴുവനും എന്റെ ഭാഗത്താ. ആരോടോ ഉള്ള ദേഷ്യം ഞാൻ ഇവിടെ കാണിച്ചു പോയതാ. അങ്ങനെ ചെയ്യാൻ പാടില്ലെന്നറിയാം. പറ്റിപ്പോയി. സോറി ചേച്ചി. ഞാൻ നിന്റെ ചേച്ചിയായി മാത്രമല്ല സ്വയം കാണുന്നത്, നിന്റെ അമ്മയായും ബെസ്റ്റ് ഫ്രണ്ടായും ഒക്കെയാ. അതുകൊണ്ട് നീ എന്നിൽ നിന്ന് എന്തെങ്കിലും മറയ്ക്കുമ്പോൾ അതെനിക്ക് വിഷമാവും. നിനക്ക് എന്തെങ്കിലും വിഷമം ഉണ്ടെങ്കിൽ അത് എന്നോട് പറയാന്ന് നിനക്കറിയില്ലേ? ഇനി പോലീസിനോട് പറഞ്ഞിട്ട് കാര്യമില്ലാന്ന് തോന്നുകയാണെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി. ഞാൻ എന്റേതായിട്ടുള്ള രീതിയിൽ പ്രശ്നം പരിഹരിച്ചോളാം. തൽക്കാലം എനിക്ക് 2 പേരുടെ സഹായത്തിന്റെ ആവശ്യമില്ല. ആവശ്യം വരുമ്പോ ഞാൻ പറയാം. നിങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങളെല്ലാം പറഞ്ഞു തീർത്തോ? എന്നോട് അവൾക്ക് പ്രശ്നമൊന്നുമില്ല. പക്ഷേ എന്തോ ഒരു അകൽച്ച കാണിക്കുന്ന പോലെ എനിക്ക് തോന്നുന്നുണ്ട്. അവൾ എന്തോ ഒരു പ്രശ്നത്തിൽ ചെന്ന് ചാടിയിട്ട് എന്നോട് പറയാതിരിക്കുകയാണെന്ന് എനിക്ക് തോന്നുന്നു. മഹിമ വളരെ സ്വതന്ത്രയായ ഒരു കുട്ടിയല്ലേ. അവൾക്ക് എല്ലാ പ്രശ്നങ്ങളും സ്വയം പരിഹരിക്കണമെന്നൊരു വാശി ഉണ്ടാവും. എന്നാൽ അവളുടെ കയ്യിൽ ഒതുങ്ങാത്ത വിഷയമാണെങ്കിൽ നമ്മളോട് പറയാനുള്ള അവസരം നമ്മൾ ഒരുക്കി കൊടുക്കണം. ഒരു രക്ഷകർത്താവെന്ന നിലയ്ക്ക് നിനക്ക് അത്രേ ചെയ്യാൻ കഴിയൂ. അവള് സ്വന്തം കാലിൽ നിന്ന് ശീലിക്കട്ടെ. അതുകൊണ്ട് അവൾക്ക് നല്ലത് മാത്രമേ സംഭവിക്കൂ.